ഫിഫ ലോകകപ്പിൽ ആഫ്രിക്കൻ കരുത്തരായ കോങ്കോയ്ക്കെതിരെ പോർച്ചുഗൽ സമനില വഴങ്ങിയതിന് പിന്നാലെ ഫുട്ബോൾ ലോകത്ത് വീണ്ടും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. സൂപ്പർ താരങ്ങളടങ്ങിയ പോർച്ചുഗൽ പട ജോവോ നെവേസിലൂടെ ആദ്യ പകുതി ലീഡ് എടുത്തിട്ടും അത് നിലനിർത്താൻ കഴിയാതെ പോയതും ഒടുവിൽ കളി സമനിലയിൽ കലാശിച്ചതുമാണ് ആരാധകരെ നിരാശരാക്കിയത്. എന്നാൽ മത്സരത്തിന്റെ ഫലത്തെക്കാൾ ഉപരിയായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ലക്ഷ്യം വെക്കുന്നത് പോർച്ചുഗലിന്റെ നായകനും ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളുമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെയാണ്. മത്സരത്തിൽ 90 മിനിറ്റും കളിച്ചിട്ടും റൊണാൾഡോയ്ക്ക് ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വിമർശകർക്ക് വലിയ ആയുധമായി മാറിയിരിക്കുന്നത്. റൊണാൾഡോയുടെ പ്രായത്തെയും കായികക്ഷമതയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ട്രോളുകളും മീമുകളും എക്സ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിറയുകയാണ്. ഫ്രഞ്ച് ഇതിഹാസം തിയറി ഹെൻറിയെ പോലുള്ള മുൻതാരങ്ങൾ വരെ റൊണാൾഡോ വ്യക്തിഗത റെക്കോർഡുകൾക്ക് വേണ്ടിയാണ് കളിക്കുന്നതെന്ന് വിമർശിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരു മത്സരത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കരിയറിലെ ഒരു മോശം ഘട്ടത്തിന്റെ പേരിലോ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തെ എഴുതിത്തള്ളാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മറക്കുന്നു. അദ്ദേഹം വെറും ഒരു കളിക്കാരനല്ല, പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ വെന്തുരുകി കരുത്താർജിച്ച ഒരു പോരാളിയാണ്. കോങ്കോയ്ക്കെതിരെ മത്സരത്തിൽ റൊണാൾഡോയുടെ ഭാഗത്തു നിന്നും ചില പിഴവുകൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. ബോക്സിനുള്ളിൽ ഗോൾ എന്നുറപ്പിച്ച് 2 അവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടച്ച് ദുർബലമായതും ബ്രൂണോ ഫെർണാണ്ടസ് അടക്കമുള്ള സഹതാരങ്ങളിൽ അത് നിരാശയുണ്ടാക്കിയതും ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. എന്നാൽ കളിയിലെ തന്ത്രപരമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ റൊണാൾഡോ എന്ന ഒറ്റ സ്ട്രൈക്കർ മൈതാനത്ത് എത്രത്തോളം ഒറ്റപ്പെട്ടു പോയിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് 4-3-2-1 എന്ന ഫോർമേഷനിലാണ് ടീമിനെ ഇറക്കിയത്. ഈ ശൈലിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമായിരുന്നു ഏക സെന്റർ ഫോർവേഡ്. ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സില്ലയും തൊട്ടുപിറകിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരായി അണിനിരുന്നു. വിറ്റിന്യയെ പോലെയുള്ള പ്രതിഭാധരരായ കളിക്കാർ മധ്യനിരയിൽ പന്ത് ഹോൾഡ് ചെയ്ത് കളിച്ചുവെങ്കിലും വിങ്ങുകളിൽ നിന്നോ മധ്യനിരയിൽ നിന്നോ റൊണാൾഡോ എന്ന പവർ ഹൗസിലേക്ക് കൃത്യമായ പാസുകളോ ക്രോസുകളോ എത്തിക്കാൻ ടീമിന് കഴിഞ്ഞില്ല. ഒരു മികച്ച സ്ട്രൈക്കർ സ്കോർ ചെയ്യണമെങ്കിൽ ബോക്സിനുള്ളിലേക്ക് നിരന്തരമായ പന്തുകൾ ലഭിക്കേണ്ടതുണ്ട്. കോങ്കോയുടെ കടുത്ത ഡിഫൻസിനെ ഭേദിച്ചുകൊണ്ട് റൊണാൾഡോയ്ക്ക് പന്തുകൾ നൽകാതിരുന്ന മധ്യനിരയുടെ പരാജയം കൂടിയായിരുന്നു ആ സമനില. അതിനാൽ എല്ലാ കുറ്റവും റൊണാൾഡോയുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നത് തികച്ചും ഏകപക്ഷീയമായ വിലയിരുത്തലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയർ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നത് വിമർശനങ്ങളാണ്. മാധ്യമങ്ങളും ഫുട്ബോൾ നിരീക്ഷകരും അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചപ്പോഴേക്കും അതിശക്തമായ തിരിച്ചുവരവിലൂടെയാണ് താരം മറുപടി നൽകിയിട്ടുള്ളത്. റയൽ മാഡ്രിഡിൽ കളിക്കുന്ന കാലത്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ 2ാം വരവിലായാലും ഫോമില്ലായ്മയുടെ പേരിൽ വേട്ടയാടപ്പെട്ടതിന് തൊട്ടടുത്ത മത്സരങ്ങളിൽ ഹാട്രിക്കുകൾ അടിച്ചുകൂട്ടി വിമർശകരുടെ വായടപ്പിച്ച ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. തുടർച്ചയായി 10 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ റൊണാൾഡോയ്ക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് കരിയറിലെ മോശം ഫോമായി തോന്നാം. എന്നാൽ പോർച്ചുഗലിന് വേണ്ടി 200-ലധികം മത്സരങ്ങൾ കളിക്കുകയും അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുകയും ചെയ്ത ഒരു കളിക്കാരന് ഗോൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ഒരു ഗോളിയുടെ മടങ്ങി വരുന്ന ആത്മവിശ്വാസം മതി റൊണാൾഡോയ്ക്ക് തന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ. ചരിത്രം എപ്പോഴും ആവർത്തിക്കാറുണ്ട്, പ്രത്യേകിച്ച് അത് ക്രിസ്ത്യാനോയുടെ ചരിത്രമാകുമ്പോൾ. 41-ാം വയസ്സിലേക്ക് അടുക്കുന്ന ഒരു താരം ഇന്നും ലോകകപ്പ് പോലുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ടൂർണമെന്റിൽ 90 മിനിറ്റും പൂർണ്ണസജ്ജനായി കളത്തിലിറങ്ങുന്നു എന്നത് ഫുട്ബോൾ ലോകം അത്ഭുതത്തോടെയാണ് കാണേണ്ടത്. ഈ പ്രായത്തിൽ ഭൂരിഭാഗം താരങ്ങളും ബൂട്ട് അഴിച്ചു വെക്കുകയോ അല്ലെങ്കിൽ കരിയറിന്റെ തീവ്രത കുറഞ്ഞ ലീഗുകളിൽ കളിക്കുകയോ ചെയ്യുമ്പോൾ റൊണാൾഡോ ഇന്നും തന്റെ രാജ്യത്തെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിക്കാനായി പോരാടുകയാണ്. പ്രായത്തിൻ്റെതായ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമാണ്. പഴയതുപോലെ അമിത വേഗത ഇന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാനില്ലായിരിക്കാം. എന്നാൽ തന്റെ കളിശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ബോക്സിനുള്ളിലെ കൃത്യമായ പൊസിഷനിലൂടെ ഗോൾ നേടാൻ അദ്ദേഹത്തിന് ഇന്നും സാധിക്കും. യുവതാരങ്ങളെ പോലെ ഓടി നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും റൊണാൾഡോയുടെ അനുഭവ സമ്പത്തും കളി കൃത്യമായി വായിക്കാനുള്ള കഴിവും പോർച്ചുഗൽ ടീമിന് നൽകുന്ന കരുത്ത് ചെറുതല്ല. ഈ പ്രായത്തിലും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിനായി എല്ലാം സമർപ്പിക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ കായികക്ഷമതയും സമർപ്പണ ബോധത്തെയും മാനിക്കുകയാണ് ഫുട്ബോൾ ലോകം ചെയ്യേണ്ടത്. റൊണാൾഡോ ടീമിന്റെ വിജയത്തെക്കാൾ വ്യക്തിഗത റെക്കോർഡുകൾക്കാണ് പ്രാധാന്യം നൽകുന്നെന്ന വിമർശനം വർഷങ്ങളായി അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഒന്നാണ്. തിയറി ഹെൻറിയെ പോലെയുള്ളവർ ഇത് വീണ്ടും ആവർത്തിക്കുമ്പോൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് റൊണാൾഡോ എന്ന കളിക്കാരന്റെ കടുത്ത അമിത വാശിയാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത, എപ്പോഴും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമിത വാശിയാണ് അദ്ദേഹത്തെ 5 തവണ ബാലൺ ഡ്യോർ ജേതാവാക്കിയതും ഫുട്ബോളിലെ ഗോഡ് പദവിയിൽ എത്തിച്ചതും. ടീമിന് വേണ്ടി കളിക്കുന്നില്ല എന്ന വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പോർച്ചുഗൽ ടീമിന് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. മൈതാനത്ത് യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ടീം ഗോൾ നേടുമ്പോൾ ആഹ്ലാദിക്കുന്നതിലും റൊണാൾഡോ എപ്പോഴും മുന്നിലാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിലെ ജോവോ നെവേസ്, ജാവോ ഫെലിക്സ് തുടങ്ങിയ യുവനിരയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസവും വളരെ വലുതാണ്. വലിയ മത്സരങ്ങളിൽ എങ്ങനെ സമ്മർദ്ദത്തെ അതിജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ റൊണാൾഡോയേക്കാൾ മികച്ചൊരു മാതൃക പോർച്ചുഗൽ ക്യാമ്പിൽ വേറെയില്ല.
ജാവോ ഫെലിക്സിനെ പോലുള്ള ലോകോത്തര യുവതാരങ്ങളെ ബെഞ്ചിലിരുത്തി റൊണാൾഡോയ്ക്ക് 90 മിനിറ്റ് നൽകിയത് മാനേജ്മെന്റിന്റെ തെറ്റായ തീരുമാനമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. റൊണാൾഡോ മാറി നിന്നാൽ മാത്രമേ യുവനിരയ്ക്ക് തിളങ്ങാൻ കഴിയൂ എന്നിവർ കരുതുന്നു. എന്നാൽ റൊണാൾഡോയെ പോലൊരു വലിയ ടൂർണമെന്റ് പ്ലെയറെ ആദ്യ 11-ൽ നിന്ന് മാറ്റാൻ ഒരു കോച്ചും ധൈര്യപ്പെടില്ല. കാരണം ഏത് നിമിഷത്തിലും കളി തിരിച്ചുപിടിക്കാൻ കെൽപ്പുള്ള മാന്ത്രികനാണ് അദ്ദേഹം. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവർക്കെതിരെയുള്ള മത്സരങ്ങൾ പോർച്ചുഗലിനും റൊണാൾഡോയ്ക്കും ഒരുപോലെ നിർണായകമാണ്. ഗ്രൂപ്പ് ഘട്ടം കടക്കണമെങ്കിൽ ഈ മത്സരത്തിൽ വലിയ മാർജിനൽ വിജയവും അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ റൊണാൾഡോയെ ബെഞ്ചിലിരുത്തുകയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ശക്തിക്കനുസരിച്ച് ടീമിന്റെ തന്ത്രങ്ങൾ മാറ്റി എഴുതുകയാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് ചെയ്യേണ്ടത്. വിങ്ങർമാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ബോക്സിലേക്ക് ക്രോസുകൾ എത്തുന്ന രീതിയിലേക്ക് കളി മാറ്റിയാൽ റൊണാൾഡോയുടെ തലയിൽ നിന്നും ബൂട്ടിൽ നിന്നും ഗോളുകൾ പിറക്കുന്നത് നമുക്ക് വീണ്ടും കാണാം. ഫുട്ബോൾ ചരിത്രം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: വലിയ പ്രതിഭകളെ ഒരിക്കലും നേരത്തെ എഴുതി തള്ളരുത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് വെറും ഒരു കളിക്കാരൻ്റെതല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് എഴുതപ്പെട്ട ഒരു സാമ്രാജ്യത്വത്തിൻ്റെതാണ്. കോങ്കോയ്ക്കെതിരെയുള്ള സമനിലയും അതിനെ തുടർന്നുണ്ടായ ട്രോളുകളും അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ചെറിയ കറുത്ത പുള്ളി മാത്രമാണ്. വിമർശകർ എത്രത്തോളം ഉച്ചത്തിൽ സംസാരിക്കുന്നുവോ അത്രത്തോളം ശക്തമായിരിക്കും റൊണാൾഡോയുടെ മറുപടിയും. കൊളംബിയയ്ക്കും ഉസ്ബെക്കിസ്ഥാനുമെതിരെയുള്ള വരും മത്സരങ്ങളിൽ പോർച്ചുഗൽ നായകൻ തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. മൈതാന മധ്യത്തിൽ റൊണാൾഡോയുടെ ലോകപ്രശസ്തമായ ആഘോഷം വീണ്ടും മുഴങ്ങിക്കേൾക്കാനും വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് പറങ്കിപ്പടയുടെ ക്യാപ്റ്റൻ ടീമിനെ വിജയതീരത്തേക്ക് നയിക്കാനും അധിക സമയം വേണ്ടിവരില്ല. കാരണം അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്, ചരിത്രം തിരുത്തി കുറിക്കാൻ മാത്രം ജനിച്ചവൻ.